ആഗോള അയ്യപ്പ സംഗമം മാത്രമല്ല, ഞങ്ങൾ ന്യൂനപക്ഷ സംഗമവും നടത്തും. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നിലപാടാണ്. അത് നടത്തുന്നത് ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മലബാർ മേഖലയിൽ വെച്ചായിരിക്കും. പക്ഷേ ഇതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നു. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമസ്ത അവരുടെ നിലപാട് പറയുന്നു. സമസ്തയുടെ ഒരു നേതാവ് പരസ്യമായിട്ട് പറയുന്നു, അതായത് അബ്ദുൾ സമദ് പൂക്കോട്ടൂരാണ് പറയുന്നത്, ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല, താല്പര്യമില്ല, ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും. അപ്പോൾ ഈ സമസ്ത ഇത്തവണ കയ്യിലെടുത്ത് വെച്ചു എന്നാണ് CPM കരുതിയത്. എല്ലാം കൈവിട്ടു പോവുകയാണ്. ഇപ്പോൾ അതിന് പൂർണ്ണമായിട്ടും സമസ്തയെ തങ്ങളോട് വേണം എന്ന് അത്ര ഒരു നിർബന്ധമൊന്നും CPM ഇപ്രാവശ്യം ഉണ്ടാകാൻ വഴിയില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടാണ് ഈ 100 അല്ലെങ്കിൽ 100-നടുത്തേക്കുള്ള 98 സീറ്റിലേക്ക് CPM അല്ലെങ്കിൽ ഇടതുമുന്നണിയെ കൊണ്ടെത്തിച്ചത്. പക്ഷേ അതിന് ശേഷം വന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളിൽ ഇപ്രാവശ്യം CPM വളരെ വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടിയ വോട്ടിനെ അവർ പ്രതീക്ഷിക്കുന്നില്ല. അത് വളരെ വ്യക്തമാണ്. കാര്യം ഇപ്പോൾ അയ്യപ്പ സംഗമമാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു നിലപാട് മാറ്റമാണ്. അപ്പോൾ അതിനെ നമ്മൾ കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി PR ഏജൻസി വഴി നൽകിയ ആ പത്രസമ്മേളനം തൊട്ട്, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ തൊട്ട്, പത്രസമ്മേളനമല്ല, ആ ഇൻ്റർവ്യൂ തൊട്ട് വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. അപ്പോൾ അതിനുശേഷം വന്ന സംഗതികൾ നമ്മൾ വെള്ളാപ്പള്ളി നടേശനിലേക്ക് വരണം. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് പ്രത്യക്ഷമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പോയി പറയുന്നു. മലപ്പുറത്ത് പോയി പറയുന്നത് മലപ്പുറം പ്രത്യേക രാജ്യമാണ്. ആ മലപ്പുറം പ്രത്യേക രാജ്യ പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ചേർത്തലയിൽ 30 വർഷം പൂർത്തിയാക്കിയതിന് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ആദരിക്കുകയും ഇദ്ദേഹം മഹാനായ നേതാവാണെന്നും ഇനിയും ദശാബ്ദങ്ങൾ നയിക്കട്ടെ ഒക്കെ ഒന്നും ഇത് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മുടെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡിക്ലറേഷൻ ആയിരുന്നു. അതായത് ഹിന്ദു മുസ്ലിം ബേസിസിലുള്ളതായിരിക്കും തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതുപോലെയാണ് പിന്നെ CPM സംസ്ഥാന സെക്രട്ടറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് തലേന്ന് പിന്നെ പറഞ്ഞത് എന്താണ്, RSS കമ്മ്യൂണലാണ് അല്ലേ, പിന്നെ വർഗീയ ശക്തിയാണ്. പക്ഷെ ഞങ്ങൾ അടിയന്തരാവസ്ഥക്കാലത്ത് അവരോട് കൈകോർത്തിട്ടുണ്ട്, ഒന്നിച്ചു നിന്നിട്ടുണ്ട്. അത് നിഷേധിക്കേണ്ട ആവശ്യം എന്താ? അത് ഉള്ള കാര്യമല്ലേ, അന്ന് നടന്നതല്ലേ, അത് ഉള്ള കാര്യം പറഞ്ഞ് ആരെ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞോടുകൂടി അവിടെ ആ കൃത്യമായിട്ടൊരു സംഗതി അവിടെ വരികയാണ് ചെയ്തത്. നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷം ഉള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ BJP എടുത്ത നിലപാട് നമുക്കറിയാം. തുടക്കത്തിൽ BJP മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ അതുപോലും വളരെ പ്ലാൻഡാണ്. നമ്മളത് നിസ്സാരമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ കാര്യം BJPയോട് മത്സരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഗുണം ആർക്കായിരിക്കും കിട്ടുക? കോൺഗ്രസിന്. കാരണം അവിടെ ഈ പിന്നെ കോൺഗ്രസിന് കിട്ടാൻ വയ്യ, കോൺഗ്രസിന് കിട്ടത്തില്ല. കാര്യം കോൺഗ്രസ് പിന്നെ മുസ്ലിം വോട്ട് പിന്നെ അവിടുത്തെ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയല്ലേ. അപ്പൊ അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഇല്ലാതെ കോൺഗ്രസിനോട് ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ BJPയുടെ വോട്ട് CPMലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു നിലപാടെടുത്തത്. മാത്രമല്ല അതിന് വളരെ 10,000-ന് താഴെ വോട്ടും മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ അതിലൂടെ ഒരു മെസ്സേജ് കൃത്യമായിട്ട് പുറത്തേക്ക് പോയി, ഹിന്ദു മുസ്ലിം ഡിവൈഡ് എന്നുള്ള സാധനം. അപ്പോൾ RSS കമ്മ്യൂണൽ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ്, ഹിന്ദുത്വവാദ ശക്തിയാണ്, ഞങ്ങൾ അവരായിട്ട് ഒന്നിച്ചിട്ടുണ്ട്, അതൊരു സത്യമാണ് എന്ന് ഞങ്ങൾ തുറന്നു പറയാൻ പേടിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ RSSും CPMും തമ്മിൽ ഒന്നിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് പുറത്തേക്ക് വിടുന്നത്. പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ പുതിയ അറിവായിരിക്കും സാർ. അപ്പോൾ അവിടെ RSSും CPMും ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ടെന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ പോയി പറയുമ്പോൾ അവിടെ ആ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലെ ആൾക്കാർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? ഇതിൻ്റെയൊക്കെ പിന്നിൽ നോക്കുമ്പോൾ ഹിന്ദു മുസ്ലിം തന്നെയാണ്. അപ്പൊ അതിന്റെ അതേ സംഗതിയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സംഗതി. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലുള്ള വോട്ട് തങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം CPMനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി ഒരു ഈ പറഞ്ഞ പോലെ നല്ല ശക്തമായ ഒരു ത്രികോണ മത്സരം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഗുണമുണ്ടാകുന്നത് CPMന്. അത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് 25% വോട്ട് BJP ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നേടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായൊരു ത്രികോണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞു അല്ലേ? അങ്ങനെ ത്രികോണ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ രാഷ്ട്രീയ കക്ഷി ഏതാണ്? CPM ആണ്.
മാത്രമല്ല ശക്തമായ അടിത്തറയും ശക്തമായ സ്ട്രക്ചറും ഒക്കെ ഇപ്പോഴും നിലനിർത്തുന്ന പാർട്ടി CPM തന്നെയാണ്. അപ്പം വളരെ അനായാസമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പം ഈ ആഗോള സംഗമം നടത്തുന്നത് കൂടുതൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ കൂടുതൽ ഹിന്ദുക്കളുടെ വോട്ട് തങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. അവിടെയും ഈ മെസ്സേജാണ് പുറത്തേക്ക് പോകുന്നത്. ഞങ്ങൾ CPM എന്ന് പറയുന്ന ഹിന്ദു പാർട്ടിയാണ്, BJPയേക്കാൾ വലിയ ഹിന്ദു പാർട്ടിയാണ് CPM, നിങ്ങളുടെ കൂടെ ഞങ്ങളാണ് ഉള്ളത്. ഇവിടെ ഇനി വരാൻ പോകുന്ന ഭീഷണി മലപ്പുറം സൂചിപ്പിച്ചു വരുന്നു. വെള്ളപ്പള്ളി ഇനിയും പ്രസ്താവന ഇറക്കും. മലപ്പുറം പ്രത്യേക രാജ്യമായതുപോലെ ഇവിടെ ഈ മുസ്ലിം ഭൂരിപക്ഷം ഈ പറഞ്ഞത് ജനസംഖ്യയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഭാവിയിൽ ഈ കേരളം ഭരിക്കുന്നത് ഇപ്പോൾ UDF ആണെങ്കിലും UDF അധികാരത്തിൽ വരികയാണെങ്കിലും മുസ്ലിം ആധിപത്യമായിരിക്കും ഭരണത്തിലൂടെ നടപ്പിലാവുക. കാരണം ലീഗിന് അതില്ലാതെ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ മലപ്പുറം ഓർമ്മ വേണം. സിമ്പിൾ തിങ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഇത് വളരെ മനോഹരമായിട്ട് ഏതോ ഒരു നല്ല PR ഏജൻസി കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പിലും അത് ബോധപൂർവം ഇങ്ങനെ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല എന്തോ ഒരു പുരോഗമന സംഗതി. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തുന്നു. നമ്മളെല്ലാവരെയും ഒരേപോലെ കാണുന്നു. അതാണല്ലോ മതേതരത്വം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കുന്നു, ന്യൂനപക്ഷ സംഗമം നടത്തുന്നു. പുറത്ത് പറയുമ്പോഴത്തേക്ക് ഇതാണ് മതേതരത്വ ഒരു രാഷ്ട്രീയ കക്ഷി, പുരോഗമന രാഷ്ട്രീയ കക്ഷി സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷണം ഇതാണ് എന്ന് വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കാനും പറ്റും. ആ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രചാരണത്തിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഈ ഒരു കെമിസ്ട്രി, ഈ ഒരു രസതന്ത്രം വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ മുസ്ലിം ഹിന്ദു ഡിവൈഡ്, ആ ഒരു അകൽച്ച വരുംതോറും ഇത് ഇപ്പം തന്നെ ആൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു കേരളത്തിൽ. അത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കിയ സംഗതി, അല്ലാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ലെങ്കിൽ മറ്റ് മതവർഗക്കാരും ഉണ്ടാക്കിയ സംഗതിയൊന്നുമില്ല. അപ്പോൾ കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയക്കാർ തന്നെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രവർത്തിക്കുകയും അവരാലോചിക്കുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ഇതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം ആധിപത്യത്തെ അല്ലെങ്കിൽ ഭരണത്തിലെ ആധിപത്യത്തെ തടയണമെന്നുണ്ടെങ്കിൽ ഇവിടെ CPMൻ്റെ നേതൃത്വമുള്ള ഒരു മുന്നണി വന്നേ പറ്റുകയുള്ളൂ. ആ ഒരു മെസ്സേജ്, കൃത്യമായ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം മാത്രമാണ് ഈ സംഗമങ്ങളുടെ ലക്ഷ്യം. അത് ഈ പറഞ്ഞതുപോലെ സമസ്തയ്ക്കകത്തും ഭയങ്കര വിഷയങ്ങളുണ്ടാക്കി. സമസ്തയിൽ ഇപ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, അപ്പൊ അദ്ദേഹം ഇതിനെ പരസ്യമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്, അല്ലേ? അതേ സമയത്ത് തന്നെ സമസ്തയിലെ തന്നെ രണ്ട് മറ്റു നേതാക്കൾ, ഈ പറഞ്ഞ ഉമർ ഫൈസി മുക്കവും, അതുപോലെ തന്നെ വേറൊരു സത്താർ പന്തല്ലൂർ, അപ്പൊ ഇവരൊക്കെ ഇതിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സമസ്തയ്ക്കകത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു. അതുപോലെ സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധത്തില് ഒരു അകൽച്ച വരുന്നു. കാരണം പണ്ട് സമസ്തയുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗൻ ആയിരുന്നു ലീഗ് എന്ന് പറയുന്നത്. ഇപ്പൊ അത് മാറി. സമസ്തയ്ക്ക് സമസ്തയുടേതായ അഭിപ്രായം ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നു. അത് വിള്ളലുണ്ടാക്കുന്നത് CPM വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അത് ഒരു പരിധി വരെ. പക്ഷെ നേതാക്കന്മാർക്ക് ഗുണം ഉണ്ടാവും, അണികൾ നിൽക്കത്തില്ല. അവിടെയാണ് എന്റെ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ സമസ്തയിലെ രണ്ട് നേതാക്കന്മാർ തന്നെ, അല്ലെങ്കിൽ നേതാക്കന്മാരിൽ തന്നെ വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ നേതാക്കന്മാർക്ക് നേരിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുമായിട്ടും ഭരണവുമായിട്ടും ബന്ധപ്പെടാം, ആക്സസ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. ഇത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നോട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ശരിക്കും ഇവരുടെ ഇടപെടലിലൂടെ സംഭവിക്കുന്നത് ന്യൂനപക്ഷത്തെ സംഗമത്തെ ഇവർ കയറി അട്ടിമറിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പൊ ന്യൂനപക്ഷ സംഗമം എന്നൊക്കെ പറയുന്നത് തന്നെ ഇത് കോൺട്രവേഴ്സിയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് സംഗമം വിജയിക്കണോ വിജയിക്കാതിരിക്കോ അതൊരു വിഷയമേ അല്ല ഇവർക്ക്, മനസ്സിലായല്ലേ? ഇതൊരു ചർച്ചയിലേക്ക് വന്നു. ഈ ചർച്ചയ്ക്കകത്ത് എന്തായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് അയ്യപ്പ സംഗമം നടക്കുന്നു, ന്യൂനപക്ഷ സംഗമം നടക്കുന്നു. ഒന്ന് ഹിന്ദുക്കളുടെ സംഗമം, അല്ലേ? മറ്റേ ന്യൂനപക്ഷ സംഗമം നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ സംഗമം. അപ്പോൾ അവിടെയൊക്കെ പൊന്തി വരുന്ന സാധനം ഹിന്ദു മുസ്ലിം എന്നുള്ള സംഗതിയാണ്. ആ ഹിന്ദു മുസ്ലിം എന്നുള്ള സംഗതി വരുന്ന ഓരോ തവണ നമ്മൾ പറയും തോറും ഈ വികാരം ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വികാരത്തെ ശക്തിപ്പെടുത്തി ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് കുറേ വിഷയങ്ങളിലൂടെ ഇട്ട് കൊണ്ടുവന്ന് മുപ്പിച്ച് ഈ ഒരു ഡിവൈഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് BJPയുടെ വോട്ട് ഷെയർ കൂടും. ആ വോട്ട് ഷെയർ കൂടുന്നത് കോൺഗ്രസിൽ നിന്ന് നല്ല ശതമാനം വരും. ഇപ്പം തന്നെ കോൺഗ്രസ് എന്നുള്ളതെല്ലാം അത്യാവശ്യം പോകാമെന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ പറഞ്ഞ ഈ കേരളത്തിലെ വോട്ടിംഗ് ഷെയർ ഇപ്പോൾ ഈ അധികാരത്തിൽ വരുന്ന മുന്നണി അതല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വളരെ നേരിയ ഡിഫറൻസേ വോട്ട് ഷെയറിലുള്ളൂ. ചിലപ്പോൾ 1.5, 2, മാക്സിമം 3% പോലും വരാറില്ല.
അപ്പം ഇത്തരത്തിലുള്ള ആ ഒരു ചെറിയ ഒരു ശതമാനത്തിലുള്ള വോട്ടിലൊരു മാറ്റം വരുത്താനായിട്ട് ഇത്തരത്തിലുള്ള കുസൃതികളൊക്കെ അതിമനോഹരമായിട്ട് CPM തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ രണ്ടാം സർക്കാർ കയറിയ അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ഈ സംഘം. മനസ്സിലായി? ഇപ്പോൾ ഉദാഹരണത്തിന് അത് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി നടത്തിയ ഇന്റർവ്യൂ അല്ലേ? ഇപ്പൊ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ആ ഒരു പിന്നെ ആശാസ്യമല്ലാത്ത പരിപാടികളെ കുറിച്ചിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അല്ലേ? അത് ആരെയാണ് ആദ്യം ഹിറ്റ് ചെയ്യുന്നത്? മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തെയാണ് അല്ലേ? അപ്പൊ അത് പിണറായി വിജയൻ പറഞ്ഞത് സത്യമല്ലേ? പിണറായി വിജയൻ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രസ്താവനയെ നമ്മുടെ സംസ്ഥാനത്തെ BJP നേതാക്കന്മാർ എതിർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ, എതിർത്തിട്ടില്ല. ഇവിടെ നിലമ്പൂരില് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രസ്താവന ഞങ്ങൾ RSSുമായിട്ട് കൈ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. BJP എതിർത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു സംഗതിയാണ് വളരെ മനോഹരമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് അതിനെ ക്യൂറേറ്റ് ചെയ്ത് ഫലവത്താക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം തന്നെയാണ് ഈ സംഗമങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ ഇതിനകത്ത് അയ്യപ്പന്മാരുടെ ക്ഷേമമോ ശബരിമലയുടെ ക്ഷേമമോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ക്ഷേമമോ ഒന്നും ഇതിനകത്ത് വരുന്നതേയില്ല. അപ്പോൾ ഇവരുടെ പണി എന്തായാലും സമസ്ത കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുള്ള പണി എങ്ങനെയായിരിക്കും തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കാത്തിരുന്നതാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.